നിങ്ങളൊരു വലിയ സിറ്റിയിൽ ഒരു ബേക്കറി ഓപ്പൺ ചെയ്തു. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കപ്പ് കേക്ക്സ് ആണ് ദ ബെസ്റ്റ്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങളുടെ ബേക്കറി അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്കൊരു മാജിക്കിലൂടെ ആ ബേക്കറിയെ സിറ്റിയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയ സ്ട്രീറ്റിലേക്ക് മാറ്റാൻ കഴിഞ്ഞാലോ? സോ അതോടുകൂടി കൂടുതൽ ആളുകൾ ഈ ബേക്കറി കാണും, അതോടൊപ്പം കൂടുതൽ കപ്പ് കേക്ക്സിനെ പറ്റി അറിയും, അവരത് വാങ്ങുകയും ചെയ്യും. ഇത് തന്നെയാണ് SEO നിങ്ങളുടെ വീഡിയോസിൽ ചെയ്യുന്നത്. SEO നിങ്ങളുടെ വീഡിയോസിനെ ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടിൽ നിന്ന് എടുത്തിട്ട് ബിസി ആയിട്ടുള്ള കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന സ്പോട്ടിലേക്ക് എത്തിക്കുന്നു. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് SEO എന്താണെന്നാണ് പറഞ്ഞു തരുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീ തോട്ട്സ് ബൈ നീതു. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വാട്ട് ഈസ് SEO? സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ. നമുക്ക് ആ ബേക്കറി എക്സാമ്പിളിലേക്ക് തന്നെ തിരിച്ചു വരാം. ആളുകൾ ബെസ്റ്റ് കപ്പ് കേക്ക്സ് ഇൻ ടൗൺ ആണ് സെർച്ച് ചെയ്യുന്നതെന്ന് ഇമാജിൻ ചെയ്യാം. സോ നമ്മൾ ആവശ്യം അവർ ഫസ്റ്റ് നമ്മളെ ബേക്കറി കാണണം എന്നാണ്, റൈറ്റ്? സോ അതാണ് യൂട്യൂബ് SEO. ആളുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് സെർച്ച് ചെയ്യുമ്പം ആ സെർച്ച് റിസൾട്ടിൽ നമ്മളെ വീഡിയോസ് ഫസ്റ്റ് അപ്പിയർ ചെയ്യണം. ജസ്റ്റ് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുള്ള ഭാഗത്തേക്ക് നമ്മുടെ ഷോപ്പ് മൂവ് ചെയ്യുന്ന പോലെ. ഈ SEO ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫൈൻഡിങ് കീവേഡ്സ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ എങ്ങനെയാണ് നമുക്ക് ആൾക്കാർ എന്താണ് നോക്കുന്നതെന്ന് മനസ്സിലാവുക? സപ്പോസ് ആ സിറ്റിയിലുള്ള ആളുകൾ ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് ആണ് സെർച്ച് ചെയ്യുന്നത്. ഇത് നമുക്ക് അറിയാമെങ്കിൽ നമുക്കത് നമ്മളെ മെനുവിൽ ആഡ് ചെയ്യാൻ പറ്റും. യൂട്യൂബിന്റെ മെനു എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. അതറിയാൻ സെർച്ച് ബാറിൽ നമ്മളെ ടോപ്പിക് ടൈപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോ കംപ്ലീറ്റ് സജഷൻസ് വരും. ഇതാണ് പോപ്പുലർ സെർച്ചസ്. നമുക്കിത് യൂട്യൂബ് ബഡി, കീവേഡ്സ് എവ്രിവെയർ പോലുള്ള ആപ്പ് ഉപയോഗിച്ച് കീവേഡ്സ് സെർച്ച് ചെയ്യാം. നമ്മൾ വീഡിയോ സെൽഫ് കെയറിനെ കുറിച്ചാണെങ്കിൽ സെൽഫ് കെയർ ടിപ്സ്, സെൽഫ് കെയർ റുട്ടീൻ ഫോർ ബിഗിനേഴ്സ് പോലുള്ള സജഷൻസ് നമുക്ക് കിട്ടും. കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യലാണ് ബിസി സ്ട്രീറ്റിലേക്ക് നമ്മളെ ബേക്കറി മാറ്റാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഒപ്റ്റിമൈസിങ് യുവർ വീഡിയോ. ഇപ്പൊ നമുക്ക് കീവേഡ്സ് ആയി. ഇനി ബേക്കറി എങ്ങനെയാണ്, എവിടെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു സൈൻ വെക്കണം. അത് യൂട്യൂബിൽ എങ്ങനെയാണെന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ടൈറ്റിൽ. ടൈറ്റിലാണ് ഷോപ്പിന്റെ പുറത്തുള്ള ബിഗ് സൈൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ടൈറ്റിലാണ്. സെക്കൻഡ് വൺ ആണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മെനു ഓഫ് ദ ബേക്കറി ആണ് ഡിസ്ക്രിപ്ഷൻ. ആളുകളോട് വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് 2 or 3 ലൈൻസിൽ നമ്മളെ കീവേഡ്സ് യൂസ് ചെയ്യാം. ടാഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്പിന്റെ ചെറിയ ചെറിയ പോസ്റ്റേഴ്സ് നമ്മൾ ആ സിറ്റിയിൽ വെക്കുന്ന പോലെയാണ്. അങ്ങനെ ടാഗ്സ് യൂസ് ചെയ്യുമ്പോൾ യൂട്യൂബിന് മനസ്സിലാവും നമ്മളെ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന്. ടാഗ്സ് ഒരുപാട് ഓവർഡു ചെയ്യേണ്ട കാര്യമില്ല. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആണെന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെക്കാം. സ്റ്റെപ്പ് 3 ആണ് തംബ്നെയിൽസ് ആൻഡ് എൻഗേജ്മെന്റ്. ഒരുപാട് ബേക്കറിയുള്ള ഒരു സ്ട്രീറ്റിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഏറ്റവും നല്ല ഡിസ്പ്ലേ ഉള്ള ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ബേക്കറിലായിരിക്കും നമ്മൾ കയറുക. ഇതാണ് തംബ്നെയിൽ യൂട്യൂബിൽ ചെയ്യുന്നത്. ബ്രൈറ്റ് കളേഴ്സ്, ബോൾഡ് ടെക്സ്റ്റ്, നമ്മളെ കോണ്ടന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇമേജ്, ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് തംബ്നെയിലാക്കി വെക്കാം. തംബ്നെയിൽ നന്നായാൽ കൂടുതൽ ആളുകൾ വീഡിയോ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കൂടുതൽ ക്ലിക്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ബെറ്റർ SEO എന്നുള്ളതാണ് അതിന്റെ മീനിങ്. വൺസ് ആളുകൾ ക്ലിക്ക് ചെയ്താൽ അവരോട് ലൈക്ക്, കമന്റ്, ഷെയർ എന്നീ കാര്യങ്ങൾ പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ എൻഗേജ്ഡ് ആവും. സ്റ്റെപ്പ് 4 കൺസിസ്റ്റൻസി ആൻഡ് പ്ലേലിസ്റ്റ്. ഒരു ബേക്കറി മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആളുകൾ ആ ബേക്കറിയെ പറ്റി ഓർക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഇനി വീക്ക്ലി ഓപ്പൺ ചെയ്താൽ കുറച്ചും കൂടെ ആൾക്കാർ വരും. റെഗുലർ ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്താൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ ഡിഫറൻസ്. അതേപോലെ തന്നെ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ സിമിലർ വീഡിയോസ് എല്ലാം ഒരുമിച്ച് വെച്ചാൽ വൺ ആഫ്റ്റർ അനദർ നമുക്ക് വീഡിയോസ് പ്ലേ ആവും. ഇത് വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ദിസ് ഇസ് ഹൗ യൂട്യൂബ് SEO വർക്ക്സ്. സോ നിങ്ങളും നിങ്ങളെ ഷോപ്പ് ഒരു ബിസി സ്ട്രീറ്റിലേക്ക് മാറ്റാൻ റെഡി അല്ലേ? ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Let's grow together as a beginner YouTuber. Thank you so much.